റിപ്പോർട്ടർ ബ്രേക്കിംഗ്. MV ഗോവിന്ദനെ CPM സംസ്ഥാന സമിതിയിൽ പേരെടുത്ത് വിമർശിച്ച് P ജയരാജൻ. RSS സൗഹൃദ പരാമർശത്തിലാണ് ജയരാജന്റെ വിമർശനം. സാധാരണ അംഗം പോലും നടത്താൻ പാടില്ലാത്ത പരാമർശമെന്നും കുറ്റപ്പെടുത്തലുണ്ട്. MR അജിത് കുമാറിന് നൽകുന്ന സംരക്ഷണത്തെയും P ജയരാജൻ വിമർശിച്ചതായാണ് അറിവ്. തനിക്കെതിരെ വിമർശനമുണ്ടായിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ അവകാശപ്പെട്ടിരുന്നു. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞാൽ തെളിവ് ഹാജരാക്കാൻ കഴിയില്ല, അറിയുന്ന വിവരങ്ങളാണ്. പക്ഷേ ആദ്യം മുഖ്യമന്ത്രി വിമർശിച്ചു എന്ന മട്ടിലുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് MV ഗോവിന്ദ മാഷ് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സമിതിയിൽ P ജയരാജൻ ഈ വിഷയത്തിൽ MV ഗോവിന്ദൻ മാഷിനെ വിമർശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിയല്ലേ? അരുൺ, P ജയരാജൻ മാത്രമല്ല മറ്റു ചില നേതാക്കളും സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദന്റെ RSS പരാമർശത്തിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. അതിൽ പേരെടുത്ത് വിമർശനം നടത്തിയ ഒരാൾ P ജയരാജനാണ്. P ജയരാജൻ പറഞ്ഞ ഒരു കാര്യം, RSSുമായി ഏതെങ്കിലും ഒരു കാലത്ത് കൂടിച്ചേർന്നിരുന്നുവെന്ന് ഒരു പാർട്ടി അംഗം പോലും പറയാൻ പാടില്ല. അപ്പോഴാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു ബന്ധം RSSുമായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രം കാണേണ്ട ഒരു കാര്യമല്ല. ഈ പാർട്ടി ഉള്ളിടത്തോളം കാലം ഈ പരാമർശം പാർട്ടിയെ തിരിഞ്ഞുകൊത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. RSSന്റെ ആക്രമണത്തിന് ഇരയായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടിയാണ് പ്രതികരണമെന്ന് P ജയരാജൻ ഇക്കാര്യത്തിൽ പറയുന്നുമുണ്ട്. അത്തരം കാര്യങ്ങൾ മറ്റു പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുകൾ വിവരങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. എങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങളുമുണ്ടായി. പേരെടുത്തല്ലാത്ത വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. P ജയരാജന്റെ ഭാഗത്തു നിന്ന് പരോക്ഷമായി മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനവും ഉണ്ടായി. അത് ADGP MR അജിത് കുമാറിനെ സർക്കാർ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്? RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരാളാണ് എന്ന് മാത്രമല്ല, എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും പോലും ഇപ്പോഴും അറിയില്ല. എന്നിട്ടും സർക്കാർ എന്തിനാണ് MR അജിത് കുമാറിന് ഇങ്ങനെ ഒരു സംരക്ഷണം നൽകുന്നത് എന്ന ചോദ്യം മുഖ്യമന്ത്രിക്കുള്ള ഒരു വിമർശനമായി കൂടി കാണുകയും ചെയ്യാം. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. CPMന്റെ സംസ്ഥാന സമിതിയിലാണ് ഈ MV ഗോവിന്ദ മാഷ് RSSന്റെ സഹകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ വിവാദ പരാമർശം വീണ്ടും ചർച്ചയായിരിക്കുന്നത്.